My dear students, ഡോക്ടർ ജെയിംസ് ടൈലർക്കിൻ്റെ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 126-ാമത്തെ എപ്പിസോഡിൽ പൾസാറ്റില എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിഗണിക്കുന്നത്. പൾസാറ്റിലെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പല അറിവുകളും ഈ ഭാഗത്തുണ്ട്. നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. Many of the complaints are associated with weakness of the stomach and indigestion or with menstrual disorders. വയറിൻ്റെ ദുർബലാവസ്ഥ, ദഹിക്കാനുള്ള പ്രയാസങ്ങൾ, പിന്നെ ആർത്തവ സംബന്ധമായ ക്രമരാഹിത്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പൾസാറ്റിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നത്. വുമൺ who abort various irregularities of the menstrual flow, false conception. അപ്പോൾ ഗർഭം അലസിപ്പോകുന്ന പ്രവണതയുള്ള സ്ത്രീകൾ, ആർത്തവ രക്തപ്രവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, ഫോൾസ് കൺസെപ്ഷൻ, കപട ഗർഭം എന്ന് പറയുന്ന അവസ്ഥ. The mental symptoms are often associated with the ovarian and uterine difficulties. The mental symptoms are often associated with the ovarian and uterine difficulties. അണ്ടാശയങ്ങളും മൂത്രാശയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതാണ് വിവിധ മാനസിക ലക്ഷണങ്ങളുടെ ആധാരം. In such a mental state, the general state of the body is worse in a warm room and relieved by motion. അപ്പോൾ ഇത്തരൊരു മാനസിക അവസ്ഥയിൽ ശരീരത്തിൻ്റെ പൊതു അവസ്ഥ എന്ന് പറയുന്നത് ചൂട് ഏറിയ മുറിയിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, ചലനം കൊണ്ട് പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നു. ടിയർഫുൾ, സാഡ് ആൻഡ് ഡിസ്പോണ്ടൻറ്റ്, എപ്പോഴും കണ്ണീര് വീഴുന്ന, ദുഃഖിതമായിട്ടുള്ള, നിരാശപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അമീലറേറ്റഡ് വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ, ഈ ഒരു അവസ്ഥയ്ക്ക് തുറസായ വായുവിൽ നടക്കുന്നതുകൊണ്ട് ശമനം ഉണ്ടാകും. എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ക്രിസ്പ്, കോൾഡ്, ഫ്രഷ് ആൻഡ് ബ്രൈറ്റ്. അന്തരീക്ഷസ്ഥിതി നേരിയ തണുത്തതും നല്ല നറും വായു ഉള്ളതുമായിട്ടുള്ള സമയത്ത്, സൂര്യപ്രകാശമുള്ള സമയത്ത്. സഫക്കേഷൻ ആൻഡ് ആൻ ഇൻക്രീസ് ഓഫ് ദ പെയിൻസ് ആൻഡ് ഈവൻ ചില്ലിനെസ് ഇൻ എ വോം റൂം. എ നെർവസ് ചില്ലിനെസ് വെൻ ദ പേഷ്യൻറ്റ് പെർസ്പയർസ് ഫ്രം ദ ഹീറ്റ് ഓഫ് ദ റൂം. ആ മുറിക്കകത്ത് ചൂടുള്ള സമയത്ത്, ആ ചൂടുകൊണ്ട് വേർക്കുന്ന സമയത്ത് ശ്വാസം മുട്ടൽ, വേദനകൾ, ചില്ലിനെസ് പോലും, കുളിര് പോലും ഉണ്ടാകും. The inflammatory symptoms, neuralgias and rheumatisms are relieved by a cold, by eating and drinking cold drinks, by cold applications or cold hands. അപ്പോൾ നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള, വീക്കം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, ന്യൂറാൾജിയകളിൽ, വാദസംബന്ധമായ പ്രശ്നങ്ങളിൽ തണുപ്പ് കൊണ്ട് ശമനമുണ്ട്. തണുത്ത വസ്തുക്കൾ കുടിക്കുകയോ തിന്നുകയോ ചെയ്യുന്നതുകൊണ്ട് ശമനമുണ്ട്. തണുത്ത ആപ്ലിക്കേഷൻ, തണുത്ത കൈ വെക്കുന്നതുകൊണ്ട് തന്നെ ശമനം കിട്ടും. കോൾഡ് ഡ്രിങ്ക്സ് റിലീവ്, തണുത്ത പാനീയങ്ങൾ ശമനം കൊടുക്കുന്നു. ഈവൻ ദോ ദ പേഷ്യൻ്റ് ഈസ് നോട്ട് തേഴ്സ്റ്റി, ദാഹമില്ലാത്തപ്പോൾ പോലും തണുത്ത പാനീയങ്ങൾ കുടിച്ചാൽ ശമനം കിട്ടും. കോൾഡ് ഫുഡ്സ് ആർ ഡൈജസ്റ്റഡ് വൈൽ ഹോട്ട് ഫുഡ്സ് മെയ്ഡ് ദ ബോഡി വോം ഫ്രം വിച്ച് സിംറ്റംസ് ആർ വേഴ്സ്. തണുത്ത, സാധാരണ അവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സ്ഥിതിയാണ്. തണുത്ത ഭക്ഷണ സാധനങ്ങൾ വേഗം ദഹിക്കും. ചൂട് സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ചൂടായിട്ട് പൊതുവെ ചൂടുകൊണ്ടുള്ള അഗ്രവേഷൻ അവിടെ ബാധിക്കും. ഐസ് കോൾഡ് വാട്ടർ ഫീൽസ് ഗുഡ് ഗോയിങ് ഡൗൺ ദ ഇസോഫാഗസ് ആൻഡ് ഈസ് റിട്ടൈൻഡ് ഇൻ ദ സ്റ്റൊമക്ക് ദോ ദർ ഈസ് നോ തേഴ്സ്റ്റ്. ദാഹമില്ലെങ്കിലും തണുത്ത ഐസോടെ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അന്നനാളത്തിലൂടെ കടന്നു പോകുന്നു. അത് നല്ലൊരു സുഖകരമായൊരു അനുഭവമാണത്. അത് വയറിൽ അങ്ങനെ നിലനിൽക്കും ദാഹമില്ലെങ്കിൽ പോലും. അപ്പോൾ പൊതുവേ മനുഷ്യർക്ക് ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് വിരുദ്ധമായ ലക്ഷണമാണത്. പൊതുവേ തണുപ്പ് ചെന്ന് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് പ്രയാസം ഉണ്ടാകും, വയറിന് ദഹനത്തിന് പ്രയാസമൊക്കെ ഉണ്ടാകും സാധാരണഗതിയിൽ. പക്ഷേ പൾസാറ്റിൻ്റെ കാര്യത്തിൽ അതിന് നേരെ വിപരീതമാണ്. മെനി സിംപ്റ്റംസ് വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുമ്പോൾ പല പ്രശ്നങ്ങളും വർദ്ധിക്കുന്നുണ്ട്. It is often only a lump in the stomach, but the mental and nervous symptoms also are worse after eating. അപ്പോൾ വയറിലൊരു കല്ല് പോലെ ഒരു തോന്നലാണുള്ളത്, പക്ഷേ മാനസികവും
നാഡീസംബന്ധമായ ലക്ഷണങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് വർദ്ധിക്കും. ദ സ്റ്റൊമക് സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ മോർണിംഗ്, ദ മെൻ്റൽ സിംറ്റംസ് വേഴ്സ് ഇൻ ദ ഈവനിങ്. വയറിൻ്റെ പ്രശ്നങ്ങൾ രാവിലെയും മാനസിക പ്രശ്നങ്ങൾ വൈകുന്നേരവും വർദ്ധിക്കുന്നൊരു അവസ്ഥയാണ് പൾസാറ്റിലുള്ളത്. അഗ്രവേഷൻ ഫ്രം ഫാറ്റ്സ് ആൻഡ് റിച്ച് ഫുഡ്സ്. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, കട്ടിയുള്ള ഭക്ഷണങ്ങൾ, വളരെ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് കേടായും ചെയ്യും. കംപ്ലയിൻസ് ബ്രോട്ട് ഓൺ ബൈ ഈറ്റിംഗ് ഫാറ്റ്, പോർക്ക്, ഗ്രീസി തിങ്സ്, കേക്ക്സ്, പേസ്ട്രീസ് ആൻഡ് റിച്ച് തിങ്സ്. അപ്പോൾ കൊഴുപ്പുള്ളത്, പോർക്ക്, ഗ്രീസി ആയിട്ടുള്ള സാധനങ്ങൾ, കേക്കുകൾ, മധുരപലഹാരങ്ങൾ, നല്ല സമൃദ്ധമായ ഭക്ഷണങ്ങൾ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് കേടാവും. ദ പൾസാറ്റിലെ സ്റ്റൊമക്ക് ഈസ് സ്ലോ ടു ഡൈജസ്റ്റ്. പൊതുവെ ദഹിക്കാൻ സാവകാശമുള്ളൊരു വയറാണ് പൾസാറ്റിലെ പേഷ്യൻ്റെ വയറ്. അവേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ദർ ഇസ് എ സെൻസ് ഓഫ് ഫുൾനെസ് ഇൻ ദ സ്റ്റൊമക്ക്, എ ലംപ് ഇൻ ദ സ്റ്റൊമക്ക്, അമീലറേറ്റ് ബൈ സ്ലോ വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ. അപ്പോൾ ഭക്ഷണം കഴിച്ച് മണിക്കൂർ കഴിഞ്ഞാലും വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ, വയറിൽ കല്ലുള്ള പോലുള്ളൊരു തോന്നൽ. പതുക്കെ നടന്നു കഴിഞ്ഞാൽ, അതിന് തുറന്ന വായുവിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട്. ദ പേഷ്യൻ്റ് ഈസ് കോമൺലി റിലീവ്ഡ് ഫ്രം സ്ലോ മോഷൻ ഇൻ ഓപ്പൺ എയർ. സാധാരണഗതിയിൽ തുറന്ന വായിൽ പതുക്കെ നടക്കുന്നതുകൊണ്ട് രോഗിക്ക് പൊതുവെ ശമനം ഉണ്ടാവും. ബിക്കംസ് ഫ്രാൻറ്റിക് വെൻ ട്രൈങ് ടു കീപ് സ്റ്റിൽ, വേഴ്സ് ഡ്യൂറിങ് റെസ്റ്റ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ ഒരു അസ്വസ്ഥതയാണ്. വിശ്രമം കൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. അമീലറേറ്റ് ബൈ ഡൂയിങ് സംതിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ശരീരമൊക്കെ ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ ഒരു ശമനമുണ്ട്. ജനറലി സ്ലോ മോഡറേറ്റ് മോഷൻ. എന്നാൽ വളരെ അധ്വാനിച്ചുള്ള കാര്യങ്ങളല്ല, സാവകാശമുള്ള മോഡറേറ്റ് ആയിട്ടുള്ള ചലനം, അധ്വാനം, അതുകൊണ്ട് റിലീഫ്. ദിസ് റിലീഫ് ഫ്രം മോഷൻ ആൻഡ് അഗ്രവേഷൻ ഫ്രം റെസ്റ്റ്, റിലീഫ് ഇൻ ദ ഓപ്പൺ എയർ ആൻഡ് അഗ്രവേഷൻ ഇൻ എ വോം റൂം ഗിവ് us എ ഗുഡ് സമ്മറി ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ റെമഡി. മനോഹരമായ ഈ ഔഷധത്തിൻ്റെ ഒരു രത്ന ചുരുക്കമാണ്. ജെൻറ്റിൽ മോഷൻ കൊണ്ട്, ഓപ്പൺ എയർ കൊണ്ട് അമീലറേഷൻ, റെസ്റ്റ് കൊണ്ട് വർധനവ്, ചൂടുള്ള മുറിയിൽ വർധനവ്, ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പൾസാറ്റിലെ പേഷ്യൻറ്റിൻ്റെ ചിത്രമായി. ഇൻ പൾസാറ്റിലെ പേഷ്യൻസ് ദ സ്കിൻ ഫീൽസ് ഫീവറിഷ് ആൻഡ് ഹോട്ട് വൈൽ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഈസ് നോർമൽ. ബോഡി ടെമ്പറേച്ചർ നോർമലായിട്ട് നിൽക്കുമ്പോഴും ത്വക്ക് പനിയുള്ള പോലെ ചൂടായിരിക്കുന്നൊരവസ്ഥ. ദർ ഇസ് അഗ്രവേഷൻ ഫ്രം മച്ച് ക്ലോത്തിങ്. അധികം വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടും. ഷീ വാണ്ട്സ് ടു വിയർ എ തിൻ ഡ്രസ് ഈവൻ ഇൻ മോഡറേറ്റ്ലി കോൾഡ് വെതർ. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ തണുത്ത കാലാവസ്ഥയിൽ പോലും നേർത്ത വസ്ത്രങ്ങൾ ധരിക്കാനാണ് ഒരു പൾസാറ്റിലെ പേഷ്യൻറ്റിൻ്റെ ആയിട്ടുള്ള സ്ത്രീക്ക് താല്പര്യം. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കുക. ഡസ് നോട്ട് നീഡ് ടു ഡ്രസ് വാംലി. ശരീരം ചൂടാക്കുന്ന തരത്തിൽ വൂളൻ വസ്ത്രങ്ങളൊന്നും ധരിക്കുന്ന ഇഷ്ടമല്ല. മച്ച് ക്ലോത്തിങ് ആൻഡ് കവറിങ് അഗ്രവേറ്റ്. അധികം വസ്ത്രങ്ങൾ, അധികം ആവരണം ചെയ്യലൊക്കെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. ഓഫൺ ഹി കനോട്ട് വിയർ ഫ്ലാനൽസ് ഓർ വൂളൻ ക്ലോത്തിങ്സ് ബിക്കോസ് ദ ഇറിറ്റേറ്റ് ദ സ്കിൻ കോസിങ് ഇച്ചിങ് ആൻഡ് സൂപ്പറേഷൻ ലൈക്ക് സൾഫർ. അപ്പോൾ വൂളനോ അതേപോലെ ഫ്ലാനൽസോ ധരിച്ചു കഴിഞ്ഞാൽ തൊലിയിൽ അത് അസ്വസ്ഥത ഉണ്ടാക്കും, ചെറിയ പരുക്കളുണ്ടാക്കും, സൾഫറിനുള്ള മാതിരി. ആൻഡ് ദിസ് ഈസ് നോട്ട് സർപ്രൈസിങ് ആസ് പൾസാറ്റില ആൻഡ് സൾഫർ ആർ ആൻറ്റിഡോട്ട്സ്. ഈ കാര്യത്തിൽ സൾഫറും പൾസാറ്റിലയും പരസ്പരം ആൻറ്റിഡോട്ടാണ്. രണ്ടും തമ്മിൽ സാമ്യമുണ്ട്, രണ്ടും ആൻറ്റിഡോട്ടുമാണ്. ഇതാണ് എൻ്റെ സാദൃശ്യം. എ ജനറൽ ഫീച്ചർ ഓഫ് ദ സ്കിൻ ഈസ് ഇച്ചിങ് ആൻഡ് ബേണിങ്, ബട്ട് എ മോർ മാർക്ഡ് പൾസാറ്റിലസ് ഷെഡ് ഈസ് എ ലാക്കസസ് അപ്പിയറൻസ് ഓഫ് ദ സ്കിൻ. ഇച്ചിങ്ങും ചൊറച്ചിലും പൊള്ളലുമൊക്കെയാണ് പൾസാറ്റിലൊരു ജനറൽ ഫീച്ചർ. പക്ഷേ തൊലിയുടെ ഒരു ലാക്കസിലുള്ള പോലത്തെ ഒരു അപ്പിയറൻസ് പൾസാറ്റിലുണ്ട്. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് മോട്ടിൽഡ്, എറിസിപ്പിലേറ്റസ്, സ്പോട്ടഡ്, പർപ്പിൾഷ് ഇൻ സ്പോട്സ്, വെയിൻസ് എൻഗോർജ്ഡ്, capillaries tumid, a vasculomotor paralysis of the capillaries or veins producing a mottled appearance. അപ്പോൾ ഇങ്ങനെ കുത്തുള്ള പുള്ളിക്കുത്തുകളുള്ളത്, തടിച്ചത്, ഇങ്ങനെ ഓരോ സ്പോട്സിലായി ഇങ്ങനെ പർപ്പിളിഷ് കളറുള്ളത്, വയലറ്റ് കളറുള്ളത്, സിരകളിങ്ങനെ വലുതായി ഇങ്ങനെ വീർത്ത് കെട്ടി വലുതായത്, നേർത്ത രക്തവാഹികൾ പോലും ഇങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുന്നത്, വാസ്കോമോട്ടർ പാരലിസിസ് കാപ്പിലറീസിൻ്റെ, വെയിൻസ് എല്ലാം ഈ ഒരു മോട്ടിൽഡ് അപ്പിയറൻസ്, കുത്തുകുത്തുള്ള അപ്പിയറൻസ് വെയിൻസിൽ കാണുന്നു. പൾസാറ്റില ഹാസ് ആൻ അൺയൂഷ്വലി വീനസ് കോൺസ്റ്റിറ്റ്യൂഷൻ.
പൊതുവേ ഇങ്ങനെ നീലിച്ച് ഈ സിരകൾ ഇങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ട് വരുന്ന നീലിച്ചൊരവസ്ഥയാണ് പൾസാറ്റിലുള്ളത്. ദ വെയിൻസ് ആർ എൻഗോർജ്ഡ്, വീർത്തികെട്ടിയിരിക്കുന്നു. ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്റ്റാസിസ്, രക്തം ശരിയായ രീതിയിൽ ചലിക്കാതെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ. ഹെൻസ് ദർ ഇസ് എ ഓവർ ഹീറ്റ് ഓഫ് ദ സ്കിൻ. അങ്ങനെ രക്തം നേരെ രീതിയിൽ ചലിക്കാത്തത് കൊണ്ടാണ് തൊലിയിൽ അമിതമായിട്ടുള്ള ചൂടുണ്ടാകുന്നത്. ചൂടിൻ്റെ ഒരു സർക്കുലേഷൻ, അതിൻ്റെ ഡിസിപ്പേഷൻ നടക്കുന്നില്ല. ദിസ് അൺയൂഷ്വൽ ഫുൾനെസ്, റെഡ്നെസ് ആൻഡ് പേർപ്പിൾ ആസ്പെക്ട് ഓഫ് ദ ഫേസ് ഇസ് എ ഫോൾസ് പ്ലത്തോറ. അതൊരു ശരിക്കും പ്ലത്തോറയല്ല, ഒരു വ്യാജമായ പ്ലത്തോറയാണ്. ഇറ്റ് ഓഫൻ ഗോസ് ഔട്ട് ടു എ പഫിനെസ് ആൻഡ് സ്വെല്ലിംഗ് ആൻഡ് എസ്പെഷ്യലി അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്സ്. ആർത്തവകാലങ്ങളിൽ ഈ ഒരവസ്ഥ പോയിട്ടൊരു വീർത്ത് കെട്ടിയൊരവസ്ഥ, പഫിനെസ്, ആ ഒരു അവസ്ഥയിലേക്ക് വരെത്താം. കൺസിഡറബിൾ ബ്ലോട്ടിംഗ് ഓഫ് ദ ഫേസ് ആൻഡ് ഐസ്, ബ്ലോട്ടിംഗ് ഓഫ് ദ അബ്ഡമൻ, ഫീറ്റ് പഫ്ഡ് സോ ദാറ്റ് ഷീ കനോട്ട് വിയർ ഷൂസ്. അപ്പോൾ ആകെ ഒരു വീർത്ത് കെട്ടിയ അവസ്ഥയുണ്ട്. മുഖത്തും കണ്ണുകളിലും അടിവയറിലും കാലിലും ഒക്കെ ഉണ്ട്. കാലിലിത് വന്നിട്ട് ഷൂസ് ധരിക്കാൻ പ്രയാസം. കാലുകൾ എങ്ങനെയാണ് ചുവന്ന് വീർത്ത്, റെഡ് ആൻഡ് സോളൻ അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്. ആർത്തവ കാലങ്ങളിൽ കാല് ചുവന്ന് വീർത്ത ഒരവസ്ഥ വരുന്നു. അമീറഡ് ബൈ മെൻസ്ട്രൽ ഫ്ലോ. മെൻസ്ട്രൽ ഫ്ലോ വന്നു കഴിയുമ്പോൾ ഇതിനൊക്കെ ശമനം ഉണ്ടാകുകയും ചെയ്യും. മെനി വുമൺ ആർ ലേറ്റ് ആൻഡ് ആർ പ്രിപ്പയറിംഗ് ഫോർ എ വീക്ക് ഓർ 10 days. Face purple, red, puffed and bloated, abdomen distended, dyspnea, and all this is relieved by the menstrual flow. അപ്പോൾ മെൻസ്ട്രൽ ഫ്ലോയ്ക്ക് മുൻപായിട്ട് 8-10 ദിവസങ്ങളാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. മുഖമാകെ പർപ്പിളിഷ് ആവുന്നു, ചുവന്നറവാകുന്നു, വീർത്ത് കെട്ടിയിരിക്കുന്നു, വയറ് ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നു. ഈ അവസ്ഥകളൊക്കെ വന്നിട്ട് മെൻസ്ട്രൽ ഫ്ലോ വരുമ്പോൾ ഇതെല്ലാം റിലീഫ്. She feels these symptoms perhaps 1 or 2 weeks and is relieved by slow motion in open air. അപ്പോൾ ആർത്തവത്തിൻ്റെ ഒരു 1-2 ആഴ്ച മുമ്പ് ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ അവസ്ഥയിലെല്ലാം സാവകാശമുള്ള ചലനം കൊണ്ട്, സാവകാശം നടക്കുന്നത് കൊണ്ടൊക്കെ ഒരു ശമനം കിട്ടും. കനോട്ട് ബ്രീത്ത് ഇൻ വാം റൂം, ചൂടുള്ള മുറിയിൽ ശ്വസിക്കാൻ പോലും പറ്റില്ല. വാണ്ട്സ് ദ വിൻഡോസ് ഓപ്പൺ, ചോക്സ് ആൻഡ് സഫോക്കേറ്റ്സ് ഇൻ എ വാം ബെഡ് അറ്റ് നൈറ്റ്. ഈ ശ്വാസം മുട്ടൽ വരുന്നതുകൊണ്ട് തണുത്ത കാലാവസ്ഥയാണെങ്കിൽ പോലും ജനലും വാതിലൊക്കെ തുറന്നിടണം. നമുക്കിവിടെ അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ തണുത്ത കാലത്ത് ജനലൊക്കെ തുറന്നിടുക വെച്ചാൽ വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ അവിടെയും അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഫീച്ചർ. അതേപോലെ ചൂടുള്ള കിടക്കി, രാത്രി ചൂടുള്ള കിടക്കയിലും ആകെ ഒരു ശ്വാസം മുട്ടൽ. ദിസ് ഇൻക്രീസസ് അണ്ടിൽ ദ മെൻസ്ട്രൽ ഫ്ലോ സ്റ്റാർട്ട്സ്. ആർത്തവ രക്തപ്രവാഹം തുടങ്ങുന്നവരെ ഇതിങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കും ഒരു 1-2 ആഴ്ചത്തേക്ക്. The stomach is so full and distended that she cannot eat. വയറ് വീർത്ത് കെട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. നോ അപ്പിറ്റൈറ്റ് ഓർ ഡിസയർ ഫോർ ഫുഡ്. വിശപ്പില്ല, ഭക്ഷണത്തിനായിട്ടുള്ള ആഗ്രഹവുമില്ല. അപ്പോൾ ആർത്തവമായിട്ട് നേരത്തെ പറഞ്ഞു, ആർത്തവമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകളുടെ ആർത്തവ പ്രശ്നങ്ങളൊക്കെ വളരെയധികം പ്രയോഗസാധ്യതയുള്ള അവസ്ഥയാണ് പൾസാറ്റില്ല. കൃത്യമായിട്ട് നോക്കി അതിൻ്റെ ജനറൽ കണ്ടീഷൻസും മൊഡാലിറ്റീസും നോക്കി പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഫലം ലഭിക്കുന്ന ഒരു ഔഷധമാണത്. അതേക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. പൾസാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.